എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന തിയറി ഓഫ് കമ്പ്യൂട്ടേഷനകത്തുള്ളൊരു ടോപ്പിക്കാണ് ചോംസ്കി നോർമൽ ഫോം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. അപ്പോൾ നമുക്കൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ തരുവാണെങ്കിൽ ആ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയുന്നത് ചോംസ്കി നോർമൽ ഫോമിൽ ആണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ ഗിവൺ CFG ദാറ്റ് ഈസ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറാണ്. If all the production rules satisfy one of the given condition, then it is CNF. നമുക്കൊരു കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഈ കണ്ടീഷൻ ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുവാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? അത് ചോംസ്കി നോർമൽ ഫോമിലായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് സിമ്പിൾ ജനറേറ്റ്സ് എപ്സിലോൺ. സ്റ്റാർട്ട് സിമ്പിൾ എസ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് എപ്സിലോൺ ജനറേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ചോംസ്കി നോർമൽ ഫോമിലായിരിക്കും. ഓക്കെ, അതുപോലെ ഒരു നോൺ ടെർമിനൽ ജനറേറ്റിംഗ് ടു നോൺ ടെർമിനൽസ്. അപ്പോൾ നമുക്കൊരു നോൺ ടെർമിനൽ ഉണ്ട്. ഈ നോൺ ടെർമിനൽ രണ്ട് നോൺ ടെർമിനൽസ് ജനറേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഫോമിലാണ് നമ്മുടെ CFG ഇരിക്കുന്നതെങ്കിൽ അതും ചോംസ്കി നോർമൽ ഫോമിലായിരിക്കും. അതേപോലെ ഒരു നോൺ ടെർമിനൽ ജനറേറ്റിംഗ് എ ടെർമിനൽ, ഇതൊക്കെ എക്സ് ഗിവൺ എ, ഒരു ടെർമിനൽ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് ചോംസ്കി നോർമൽ ഫോമിലായിരിക്കും. ഓക്കെ, സോ എന്തൊക്കെ കണ്ടീഷൻസാണ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ചോംസ്കി നോർമൽ ഫോമിലാണോ എന്നറിയാൻ വേണ്ടിയിട്ട്? നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ എന്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്? എപ്സിലോൺ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചോംസ്കി നോർമൽ ഫോമിലായിരിക്കും. അതേപോലെ നമ്മളൊക്കെ ഒരു നോൺ ടെർമിനൽ ഉണ്ട്. ആ നോൺ ടെർമിനൽ എന്താ? രണ്ട് നോൺ ടെർമിനൽസ് ജനറേറ്റ് ചെയ്യുന്ന ഫോമിലാണെങ്കിൽ അതും ചോംസ്കി നോർമൽ ഫോമിലായിരിക്കും. പിന്നെ നമുക്കൊരു നോൺ ടെർമിനൽ ഉണ്ട്. ആ നോൺ ടെർമിനൽ ഒരു ടെർമിനലിനെ ജനറേറ്റ് ചെയ്യുന്ന ഫോമിലാണെങ്കിൽ അതും CNF ഫോമായിട്ടായിരിക്കും. സോ ദീസ് ആർ ദി കണ്ടീഷൻസ് ഓഫ് CNF. ഓക്കെ, അപ്പോൾ 3 റൂൾസാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഗ്രാമർ തന്നിട്ടുണ്ട്. എസ് ഗിവൺ XY, എസ് ഗിവൺ C, X ഗിവൺ A and Y given B. The grammar given is in CNF as it satisfies the rules specified by the CNF. So നമുക്ക് നോൺ ടെർമിനൽ രണ്ട് നോൺ ടെർമിനൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നോൺ ടെർമിനൽ ഒരു ടെർമിനൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നോൺ ടെർമിനൽ ഒരു ടെർമിനൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നോൺ ടെർമിനൽ ഒരു ടെർമിനൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഗ്രാമർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ അതെന്തായിരിക്കും? ചോംസ്കി നോർമൽ ഫോമാണ്. ഓക്കെ, ഇനി however, if you consider another grammar, നമ്മൾ വേറൊരു ഗ്രാമർ ഇപ്പോൾ കൺസിഡർ ചെയ്യുകയാണ്. എസ് ഗിവൺ AX, A ഗിവൺ B, B ഗിവൺ C. ദിസ് ഈസ് നോട്ട് ഇൻ ദ ഫോം ഓഫ് CNF. കാരണം എന്താണ്? നോക്ക്, എസ് ഗിവൺ AX. ഓക്കെ, എസ് എന്ന് പറയുന്നത് നമ്മുടെ നോൺ ടെർമിനലാണ്. എത്ര നോൺ ടെർമിനൽസ് ജനറേറ്റ് ചെയ്യണം? രണ്ട് നോൺ ടെർമിനൽസ്. പക്ഷേ ഇവിടെ ഒരു ടെർമിനലും ഒരു നോൺ ടെർമിനലും. സോ അപ്പോഴേ കണ്ടീഷൻ എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നായി. പിന്നെ ബാക്കി നോക്കുകയാണെങ്കിൽ A ഗിവൺ A, B ഗിവൺ C ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ കൊണ്ട് പോയി. സോ ദിസ് ഈസ് നോട്ട് ഇൻ ദ ഫോം ഓഫ് CNF. ഓക്കെ, ഇനി നമുക്കൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ തന്നാൽ നമ്മളതിനെ എങ്ങനെ CNFിലേക്ക് കൺവേർട്ട് ചെയ്യുമെന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇഫ് ദ സ്റ്റാർട്ട് സിമ്പിൾ ഒക്കേഴ്സ് ഓൺ ദ റൈറ്റ് സൈഡ് ക്രിയേറ്റ് എ ന്യൂ സ്റ്റാർട്ട് സിമ്പിൾ S dash and a new production. So start symbol റൈറ്റ് സൈഡിൽ ഒക്യൂർ ആയിട്ടുണ്ട്. ഓക്കെ, സോ നോക്കൂ, സ്റ്റാർട്ട് സിമ്പിൾ റൈറ്റ് സൈഡിൽ ഒക്യൂർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എസ് ഡാഷ് എന്ന് പറയുന്നൊരു പ്രൊഡക്ഷൻ വീണ്ടും ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് സിമ്പിളിനെ അങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളെന്താ? എല്ലാ നൾ പ്രൊഡക്ഷൻസിനെയും റിമൂവ് ഓൾ നൾ പ്രൊഡക്ഷൻസ്. ദെൻ റിമൂവ് ഓൾ യൂണിറ്റ് പ്രൊഡക്ഷൻസ്. ഓക്കെ, ഇനി റീപ്ലേസ് ഈച്ച് പ്രൊഡക്ഷൻ A given B1, B2, etc. Bn where n greater than 2 with A given B bar C where C is equal to എന്താ? B1, B2, etc. Bn. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷനകത്ത് ദാറ്റ് മീൻസ് നോൺ ടെർമിനൽ ഇപ്പോൾ എത്ര നോൺ ടെർമിനൽ ജനറേറ്റ് ചെയ്യണം? രണ്ട് നോൺ ടെർമിനൽ ജനറേറ്റ് ചെയ്യാനുള്ളൂ. സോ ഇവിടെ നോൺ ടെർമിനൽ എത്ര എണ്ണം ജനറേറ്റ് ചെയ്തു? B1, B2, etc. Bn നമ്പർ ഓഫ് നോൺ ടെർമിനൽസ് ജനറേറ്റ് ചെയ്തു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ റീപ്ലേസ് ചെയ്ത് വേറൊരു എന്ത് കൊടുക്കും? നോൺ ടെർമിനലിലേക്ക് നമ്മളതിനെ റീപ്ലേസ് ചെയ്യും.
അപ്പോൾ ബി ഗിവൺ സി എന്ന് കൊടുത്തു, ബി ബാർ സി എന്ന് കൊടുത്തു. എന്നിട്ട് ഈ സിക്ക് എന്ത് കൊടുത്തു? നമ്മൾ B1 B2 എക്സെട്ര ബി എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. നമ്മളങ്ങനെ ഷോർട്ടാക്കി. ഇതാണ് 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇഫ് ദ റൈറ്റ് സൈഡ് ഓഫ് എനി പ്രൊഡക്ഷൻ ഈസ് ഇൻ ദ ഫോം എ ഗിവൺ എ ബി. സോ നമുക്ക് എ ഗിവൺ എ ബി എന്ന് പറയുന്ന ഫോമാറ്റിലാണ് റൈറ്റ് സൈഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്മോൾ ലെറ്റർ എനെ നമ്മൾ എന്ത് ചെയ്യും? എക്സ് എന്ന് പറയുന്ന വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, എക്സിലേക്ക് കൊടുക്കും. സോ എന്തായി മാറി? എ ഗിവൺ എക്സ് ബി. ഓക്കെ, ഇപ്പോൾ നോൺ ടെർമിനലായില്ലേ? 2 നോൺ ടെർമിനലായില്ലേ? എക്സ് ബി, എക്സിൻ്റെ വാല്യൂ എന്താവും? എ ആയിരിക്കും. ഈ ഒരു ഫോമാറ്റിലേക്ക്. അങ്ങനെ 5 സ്റ്റെപ്പാണ് നമുക്ക് CFGനെ CNFലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ബാക്കി നമുക്ക് പ്രോബ്ലം വരെ പറയാം. അത് പാർട്ട് 2 അപ്ലോഡ് ചെയ്യാം.